ഇന്നലെ എൻ്റെ ഉമ്മാനോടൊന്ന് ദേഷ്യപ്പെട്ടു. ഇതൊന്ന് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം, കേൾക്കാണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ജോലിൻ്റെ അടിയിൽ എന്ന് വെച്ചാൽ ജോലിൻ്റെ അത്രയും പ്രഷർ തലയിൽ കയറി നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മാക്കൊരു സ്വഭാവമുണ്ട്. ഒരു പ്രാവശ്യം അടിച്ചാൽ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് വരെ അടിച്ചുകൊണ്ട് പോകും. അതിൻ്റെ ഉമ്മാൻ്റെ ഒരു ശീല. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന വരെ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരു പ്രാവശ്യം അടിച്ചു, വീണ്ടും വരിക. അപ്പോൾ ഞാൻ ജോലിൻ്റെ പ്രഷറിൽ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് എന്തിനങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുന്നത്, ഞാൻ ചത്തിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചത്തിട്ട് വെച്ചാൽ ഓർമ്മ വെച്ചിട്ട് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വാക്ക് ഉമ്മാനോട് പറഞ്ഞിട്ട് ഞാൻ ചത്തിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഉമ്മി 1-2 മിനിറ്റ് ഉമ്മയും മിണ്ടാതെ ഷോക്കായി നിന്നു, ഞാനും മിണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞിട്ടാണ് സംഭവം ഉണ്ടായത്. അത് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ChatGPT ഒരു സംഭവം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഫോണുണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ അവിടെ നിന്ന് എന്ന് വെച്ചാൽ 2 മാസമേ ആ ഫോൺ എടുത്തിട്ടുള്ളൂ, 2 മാസമായിട്ടുള്ളൂ. ഫോണിൻ്റെ ഡിസ്പ്ലേ അവിടെ നിന്ന് ഇങ്ങനെ തിരിയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേ ഇങ്ങനെ മങ്ങാൻ തുടങ്ങി. ആകെ എന്തൊക്കെയോ പോലെയായി. ഫോണ് കംപ്ലൈൻ്റ് ആയി. ഞാൻ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കി റീസ്റ്റാർട്ട് ചെയ്തു, പല വഴി നോക്കി, ഞോ രക്ഷ. അപ്പോൾ പണി കിട്ടാൻ ചെറിയ മിസ്റ്റേക്കുകളും വെച്ചാൽ പടച്ചവൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ വലിയ തെറ്റാണ്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്ന പടച്ച വന്ന ശിക്ഷ ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാരണമില്ലാതെ ഒരു മൊബൈൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വന്നു, ഡിസ്പ്ലേക്ക് കംപ്ലൈൻറ്റ് വന്നു. ഇനിയിപ്പോൾ അത് ശരിയാക്കാൻ കൊടുക്കണം. അതാണ്, അങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ.